കൊടുങ്ങല്ലൂർ അമ്മയുടെ പാരമ്പര്യ മേൽശാന്തിയാണെന്നുള്ളൊരു അഹങ്കാരം കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് അമ്മ എന്താ പറയാ തകർത്തു. കോമരം എന്ന് പറയുന്ന ആരാണ്? അപ്പൊ ദേവിയുടെ തനി സ്വരൂപമായിട്ട് മാറിയാണ്. അപ്പൊ അവര് അമ്മയായിട്ട് നേരിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. ഭരണിക്ക് വരുന്ന ശരിക്കും യഥാർത്ഥ ഭക്തന്മാരാണ്. നമ്മൾക്കൊക്കെ ജനനം തന്നത് ദേവിയാണ്, നക്ഷത്രം പേര് വരെ തന്നതൊക്കെ ദേവി തന്നെയാണ്. പിന്നെ നമ്മളൊന്നും അവിടെ പോയിട്ട് പറയേണ്ട കാര്യം. എന്തെങ്കിലും അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയെ ഒന്ന് തൊഴുത പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോക്ഷ പ്രാപ്തിയിലേക്ക് ലയിക്കുന്നതാണത്. ആ 7 യാമപൂജകളും കഴിഞ്ഞിട്ട് ഏറ്റവും ചൈതന്യവത്തായിട്ടിരിക്കുന്ന ദിവസമാണ് നട തുറപ്പ്. ഭരണി കഴിഞ്ഞ നട തുറപ്പ്. അന്ന് തൊഴുന്നതാകട്ടെ 1 വർഷത്തെ ദർശനം ഉണ്ടാവും. അമ്മയെ അടുത്തറിയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അനുഭൂതി? ഒരു നാമം ജപിക്കാത്ത ആളാണെങ്കിലും ശരി, ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറി തൊഴുതില്ലെങ്കിലും ശരി, പുറത്തേക്ക് ഇറക്കുമ്പോൾ അയാളുടെ കുറേ ശാന്തമാകും.